ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവിയൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം എല്ലാ പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ മുരിങ്ങക്കായ, ക്യാരറ്റ്, ബീൻസ്, കൊത്തവര, ഒരു ചെറിയ കഷ്ണം മത്തൻ, ഒരു കുമ്പളങ്ങ ഒരു 1/2 കിലോ ഒക്കെ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ് എല്ലാ പച്ചക്കറികളും. ചേന, നേന്ത്രക്കായ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള നല്ല വിസ്താരമുള്ളൊരു പാത്രം എടുക്കാം. അപ്പോൾ ഇളക്കാനൊക്കെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനൊരു വലിയ ഉരുളി പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി അധികം ചേർക്കരുത്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അവിയലിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വേണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം വെള്ളം തെളിച്ചു കൊടുത്താലും മതിയാവും. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അതിനുള്ളിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 മുറി, അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു ഫുൾ തേങ്ങ നമുക്കെടുക്കാം. അതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവിൻ്റെ ഇതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. 2 കറിവേപ്പില തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി ചതച്ചെടുക്കാം. അരയരുത്, ചതയ്ക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. പക്ഷേ ഇത്തിരി അടിയിൽ ഇങ്ങനെ പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്ത് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ വീണ്ടും ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം.
കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അവിയൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ടാലും മതിയാവും. മാങ്ങ ഇല്ലാത്തതുകൊണ്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അവിയൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ അവിയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻസൊക്കെ അറിയിക്കണം. താങ്ക് യു.